നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇങ്ങനെ പോയാൽ മൂർച്ഛിച്ചു വരുന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊണ്ട് സർവനാശമാകും ഫലം. ഇത് മുന്നിൽ കണ്ട് ഇതിന്റെ പരിഹാരത്തിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. റഷ്യ ഉക്രൈൻ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇരുവരും ഫോൺ ചെയ്തത്. അക്കൂട്ടത്തിൽ പ്രധാന വിഷയമായി തീർന്നത് ഇന്ന് ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷമാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇരു നേതാക്കളും. ഈ സാഹചര്യത്തിൽ ട്രംപ് കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും നയതന്ത്ര പരിഹാരങ്ങളുടെ അടിയന്തരാവസ്ഥ ഊന്നിപ്പറയുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള തുറന്ന സമീപനം ഇരു നേതാക്കളും സൂചിപ്പിച്ചു. US ചർച്ചകൾ ഇറാൻ എതിരാളികളുമായി വീണ്ടും ഇടപഴകാൻ തയ്യാറാണെന്നും ട്രംപ് പ്രസ്താവിച്ചിരുന്നു. ഇറാന്റെയും ഇസ്രായേലിന്റെയും നേതാക്കളുമായി അടുത്തിടെ നടത്തിയ ചർച്ചകളെക്കുറിച്ചും പുടിൻ ട്രംപിനോട് വിശദീകരിച്ചു. ഇറാനിയൻ ആണവ വിഷയത്തിൽ പരസ്പരം സ്വീകാര്യമായ പരിഹാരങ്ങൾ തേടാനുള്ള റഷ്യയുടെ നിർദ്ദേശം ആവർത്തിച്ചുവെന്നും പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവ് വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ അപലപിച്ച വ്ളാഡിമിർ പുടിൻ സംഘർഷം വഷളാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കയും പ്രകടിപ്പിച്ചു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നത് മധ്യേഷ്യയിലെ മുഴുവൻ സാഹചര്യത്തിലും പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും പുടിൻ ആശങ്ക പ്രകടിപ്പിച്ചു. സാധ്യമായ മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം നടത്താനുള്ള റഷ്യയുടെ സന്നദ്ധതയും പുടിൻ കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള US ഇറാൻ ചർച്ചകൾ പരസ്പരം സ്വീകാര്യമായ കരാറുകൾ കണ്ടെത്തിയതിന് ലക്ഷ്യമിട്ടുള്ള നടപടികൾ റഷ്യ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 ഫെബ്രുവരിയിൽ പുടിൻ ഉക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ ഇറാൻ ബന്ധം കൂടുതൽ ശക്തമായി. ടെഹ്റാൻ മോസ്കോയ്ക്ക് ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, മറ്റ് പിന്തുണ എന്നിവ നൽകിയതായും US ഇന്റലിജൻസ് കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നു. ടെഹ്റാൻ ആണവ പദ്ധതിയെക്കുറിച്ച് ജൂൺ 15 ആണവ ചർച്ചകളിലെന്ന് ഇറാൻ US മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വ്യക്തമാക്കി. റഷ്യയുടെ തത്വാധിഷ്ഠിത സമീപനവും ഒത്തുതീർപ്പിലുള്ള താൽപര്യവും മാറ്റമില്ലാതെ തുടരുകയാണ്. മേഖലയിലെ സ്ഥിതിഗതികളെ വളരെ ആശങ്കാജനകമാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. എന്നാൽ ഇറാനിൽ നടത്തിയ ഇസ്രയേൽ ആക്രമണങ്ങളുടെ ഫലപ്രാപ്തി അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തു. ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കുള്ള തിരിച്ചുവരവിന്റെ സാധ്യത നേതാക്കൾ തള്ളിക്കളഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ടെഹ്റാന്റെ ആണവ പദ്ധതി തടയുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി 6ാം റൗണ്ട് ചർച്ചയ്ക്കായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഞായറാഴ്ച ഒമാനിലേക്ക് പോകാനിരുന്നു. അതേസമയം വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിന് മുമ്പായിരുന്നു ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. എന്നാൽ യോഗം ആസൂത്രണം ചെയ്തതുപോലെ നടക്കില്ലെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ശനിയാഴ്ച വ്യക്തമാക്കി. റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തടവുകാരെ കൈമാറ്റത്തെക്കുറിച്ചും പുടിനും ട്രംപും ചർച്ച ചെയ്തു. ഈ മാസം ആദ്യം ഇസ്താംബൂളിലെ ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ച ഒരു ക്രമീകരണ പ്രകാരം ശനിയാഴ്ച ഇരുപക്ഷവും കൂടുതൽ തടവുകാരെ കൈമാറിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരും 25 വയസ്സിന് താഴെയുള്ള യുദ്ധത്തടവുകാരും ഉൾപ്പെടെയുള്ളവരെയാണ് അന്ന് കൈമാറ്റം ചെയ്തത്.